CBSE ക്ലാസ് 9 മാത്തമാറ്റിക്സിന്റെ ഒരു സീരീസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതിന്റെ ക്ലാസ് 1 ഇൻട്രൊഡക്ഷൻ കഴിഞ്ഞതാണ്. ആരെങ്കിലും കാണാത്തവരുണ്ടെങ്കിൽ അതിന്റെ ലിങ്ക് ഞാൻ കമന്റ് ബോക്സിൽ ഫസ്റ്റ് കമന്റ് ആയി പിൻ ചെയ്യുന്നതാണ്. ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതിന്റെ ലിങ്ക് കൊടുക്കുന്നുണ്ട്. ഇന്ന് ഇറേഷണൽ നമ്പേഴ്സ് എന്താണെന്നും അതിനെ എങ്ങനെ നമ്പർ ലൈനിൽ ലൊക്കേറ്റ് ചെയ്യാമെന്നും റിയൽ നമ്പേഴ്സിന്റെ ഡെസിമൽ എക്സ്പാൻഷൻ എങ്ങനെയാണെന്നും നമ്മൾ ഇന്ന് പഠിക്കുകയാണ്. ക്ലിയർ? ഞാൻ ലളിത, ലേൺ വിത്ത് ലളിത ടീച്ചറിന്റെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. മക്കളെ, എണ്ണം എന്തായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്? കഴിഞ്ഞ ക്ലാസ്സിൽ പാർട്ട് 1 പഠിച്ചത് നമ്മൾ മൊത്തം അവസാനം എത്തിയത് റിയൽ നമ്പേഴ്സിനെ സെറ്റിലേക്കായിരുന്നു, അല്ലെ? റിയൽ നമ്പേഴ്സ് അല്ലെ? നമ്മൾ ഇതുവരെ പഠിച്ച എല്ലാ നമ്പേഴ്സും ചേർത്ത് റിയൽ നമ്പേഴ്സ് എന്ന് പറയും. ആ റിയൽ നമ്പേഴ്സ് ഏതെല്ലാം ചേർന്നതാണ് എന്നാണ് നമ്മൾ പറഞ്ഞു വെച്ചത്. റിയൽ നമ്പേഴ്സ് റേഷണൽ നമ്പേഴ്സിന്റെ കളക്ഷനും അതുപോലെ ഇറേഷണൽ നമ്പേഴ്സിന്റെ കളക്ഷനും ചേർന്നതാണ്. ക്ലിയർ? റിയൽ നമ്പേഴ്സ് സെറ്റിനെ R എന്ന് ഡിനോട്ട് ചെയ്യും എന്നും നമ്മൾ പറഞ്ഞിരുന്നു. റേഷണൽ നമ്പറിന്റെ സെറ്റിനെ നമ്മൾ Q എന്ന് റേഷ്യോ ഫോമിൽ എഴുതാൻ സാധിക്കുന്ന സെറ്റ് Q അല്ലെ? ഇറേഷണൽ നമ്പർ സെറ്റിനെ ജനറലൈസ് ചെയ്ത് അങ്ങനെ എല്ലാവരും അംഗീകരിച്ച ഒരു ഇല്ലെങ്കിലും, ഒരു സിമ്പിൾ ഇല്ലെങ്കിലും പലരും P എന്ന ലെറ്റർ ഉപയോഗിക്കാറുണ്ടെന്നും, അല്ലെങ്കിൽ റിയൽ നമ്പേഴ്സിൽ നിന്ന് ഈ ഏത് റാഷണൽ നമ്പേഴ്സ് എക്സ്ക്ലൂഡ് ചെയ്ത് കഴിഞ്ഞാൽ ഉള്ള നമ്പേഴ്സ് ആണ്. അതായത് നമുക്ക് R എക്സ്ക്ലൂഡഡ് Q ഓർ P എന്നും ഉപയോഗിക്കാം. അല്ലാതെ ഇറേഷണൽ നമ്പേഴ്സിനെ വേറൊരു ഡിനോട്ട് ചെയ്യുന്ന സിമ്പിൾ ഇല്ല. P എന്നുള്ളത് കോമൺ ആയിട്ട് ഉപയോഗിക്കുന്നതല്ല. റേഷണൽ നമ്പേഴ്സിനെ റേഷ്യോ കോഷ്യന്റ് എന്നുള്ളതിൽ Q ഉപയോഗിക്കും. പിന്നെ നമ്മൾ റേഷണൽ നമ്പേഴ്സ് ഏതെല്ലാം ചേർന്നതായിരുന്നു? റേഷണൽ നമ്പേഴ്സ് നമ്മൾ ആദ്യം നാച്ചുറൽ നമ്പേഴ്സ് പഠിച്ചു. ഞാൻ സിമ്പിൾ ഡിനോട്ട് ചെയ്യുന്നത് സിമ്പിൾ മാത്രം എടുക്കാം, നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ്. പിന്നെ നമ്മൾ ഏതാണ്? നാച്ചുറൽ നമ്പേഴ്സ് നമ്മൾ ഹോൾ നമ്പേഴ്സിലേക്ക് കടന്നു. പിന്നെ നമ്മൾ ഇന്റീജേഴ്സ് സെറ്റ് Z ആണ്. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഏതിലേക്ക് കടന്നത്? ഇന്റീജേഴ്സ് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഏതിലേക്ക് കടന്നത്? റാഷണൽ നമ്പേഴ്സിലേക്ക്. P/Q ഫോമിലുള്ള എല്ലാ നമ്പേഴ്സും ചേർന്ന് നമ്മൾ ഏത് പോകുന്നു? P/Q ഫോമിലുള്ള എല്ലാ നമ്പേഴ്സും Q not equal to 0 PQ ഇന്റീജേഴ്സ്. ഇവിടെ നമ്മൾ ഇന്റീജേഴ്സും ഇതെല്ലാം റാഷണൽ നമ്പേഴ്സ് ആണെങ്കിലും അതല്ലാത്ത ഫ്രാക്ഷൻസും നമ്മൾ കൂടുതലായിട്ട് കണ്ടുപിടിച്ചു. എല്ലാ സെറ്റും ചേരുമ്പോഴാണ് റേഷണൽ നമ്പേഴ്സിന്റെ സെറ്റ് ഉണ്ടായത്, അല്ലെ? ഇറേഷണൽ നമ്പേഴ്സ് നമ്മൾ എന്ത് പറഞ്ഞു വെച്ചു കഴിഞ്ഞ ക്ലാസ്സിൽ? P/Q ഫോമിൽ എഴുതാൻ സാധിക്കാത്ത എല്ലാ നമ്പേഴ്സിന്റെയും കളക്ഷനെയാണ് റേഷണൽ നമ്പേഴ്സിന്റെ എക്സാമ്പിള് √2, √3, 5 എന്നൊക്കെ പറഞ്ഞ കുറച്ച് നമ്പേഴ്സും നമ്മൾ കണ്ടുപിടിച്ചു. ഡെസിമൽ എക്സ്പാൻഷനും എക്സാമ്പിളായി പറഞ്ഞിരുന്നെങ്കിലും അതിനെ കൂടുതലായിട്ട് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തില്ല. അത് നമുക്ക് ഡെസിമൽ എക്സ്പാൻഷൻ കഴിയുന്ന സമയത്ത് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. ക്ലിയർ ആണല്ലോ മക്കളെ? ലാസ്റ്റ് രണ്ട് റേഷണൽ നമ്പേഴ്സിന്റെയും ഇടയ്ക്ക് മറ്റൊരു റേഷണൽ നമ്പർ കണ്ടുപിടിക്കാൻ ആവശ്യപ്പെട്ട ഇൻഫിനിറ്റി നമ്പർ ഓഫ് റേഷണൽ നമ്പേഴ്സ് ഉണ്ട്. ക്ലിയർ? കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്. രണ്ട് റേഷണൽ നമ്പേഴ്സിന്റെ ഇടയിൽ ബിറ്റ്വീൻ 1/2 and 1/3 ഇൻഫിനിറ്റി നമ്പർ ഓഫ് റേഷണൽ നമ്പേഴ്സ്. നമ്മളോട് ആവശ്യപ്പെട്ട അത്രയും നമ്പേഴ്സ് കണ്ടുപിടിക്കുന്നതിനെ നമ്മൾ എന്താ പറഞ്ഞത്? രണ്ട് മെത്തേഡ് പറഞ്ഞിരുന്നു. അതിലെ ഏറ്റവും ഒറ്റ സ്റ്റെപ്പിൽ കഴിയുന്ന സെക്കൻഡ് മെത്തേഡ് എന്തായിരുന്നു? ഡിനോമിനേറ്റർ ഈക്വൽ ആക്കുക, അല്ലെ? 1/2 എന്ന് പറയുന്നത് ഡിനോമിനേറ്റർ 2ന്റെയും 3ന്റെയും LCM 6. ഡിനോമിനേറ്റർ 6 ആക്കണമെങ്കിൽ 2നെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം, 1നെയും 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഇതേപോലെ 1/3 എന്ന് പറയുന്നത് ഡിനോമിനേറ്റർ 6 ആവണമെങ്കിൽ 3യെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം, 1നെയും 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അതായത് 3/6നും 2/6നും ഇടയിലാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞത്. 4 എണ്ണം കണ്ടുപിടിക്കാൻ ആവശ്യപ്പെട്ടാൽ. പക്ഷെ ഇപ്പോഴും നമുക്ക് 3യും 2വും അടുത്തടുത്ത നാച്ചുറൽ നമ്പേഴ്സ് ആണ്. ഇതിന്റെ ഇടയിൽ നമുക്ക് 4 എണ്ണം പെട്ടെന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ വിഷമമാണ്. അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത് 4 എണ്ണമാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞതെങ്കിൽ ആദ്യം ഡിനോമിനേറ്റർ സെയിം ആക്കിയതിനു ശേഷം 4 എണ്ണമാണ് കാണാൻ പറഞ്ഞതെങ്കിൽ n equal to 4, n plus 1, 4 plus 1, 5 കൊണ്ട് ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററെയും മൾട്ടിപ്ലൈ ചെയ്യാം. അതായത് 3 into 5 50, 6 into 5 30.
അതേപോലെ 2 into 5 10, 6 into 5 30. കണ്ടോ, ഇപ്പോഴും ഡിനോമിനേറ്റർ സെയിം തന്നെയാണ്, പക്ഷേ ന്യൂമറേറ്റർ 15ഉം 10ഉം ആയി കഴിഞ്ഞു. അതുകൊണ്ട് 5 കൊണ്ടല്ല, നമ്മൾ 4 കഴിഞ്ഞ് 4നേക്കാൾ വലുതായ ഏത് നമ്പർ കൊണ്ടും നമുക്ക് ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യാം. നമ്മൾ 4 എണ്ണം കിട്ടണമെങ്കിൽ മിനിമം 5 കൊണ്ടെങ്കിലും മൾട്ടിപ്ലൈ ചെയ്യണം. ക്ലിയർ ആയില്ലേ? അതായത് 5 കൊണ്ടെങ്കിലും മൾട്ടിപ്ലൈ ചെയ്യണം. 6 എണ്ണം കൊണ്ട് 6 കൊണ്ട് ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും മൾട്ടിപ്ലൈ ചെയ്താൽ തെറ്റൊന്നുമല്ല. ക്ലിയർ? അപ്പൊ ഇവിടെ ഇനി നിങ്ങൾക്ക് പറയാൻ പറ്റും 15 മുതൽ 10 വരെ കുറഞ്ഞു വരികയാണ് അല്ലെ. 14/30, 13/30, 12/30 and 11/30. ക്ലിയർ? ഈ 4 എണ്ണമാണ് കണ്ടുപിടിക്കാൻ ആവശ്യപ്പെട്ട. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് ഒന്ന് റിവൈസ് ചെയ്തത് മാത്രമേ ഉള്ളൂ. ക്ലിയർ ആയല്ലോ അല്ലെ? ഇനി നമ്മൾ ഇറേഷണൽ നമ്പേഴ്സിനെ കൂടുതൽ പരിചയപ്പെടാൻ പോവുകയാണ്. നോക്കൂ മക്കളെ, നമ്മളുള്ള ക്വസ്റ്റ്യൻ ലൊക്കേറ്റ് √2 ഓൺ ദ നമ്പർ ലൈൻ എന്നാണ്. √2 എന്ന ഇറേഷണൽ നമ്പറിനെ ഏത് പോയിന്റ് ആണ് റെപ്രസെന്റ് ചെയ്യുന്നത്? √2 റെപ്രസെന്റ് ചെയ്യുന്ന പോയിന്റ്, ഈ നമ്പർ ലൈനിൽ റെപ്രസെന്റ് ചെയ്യുന്ന പോയിന്റ് കണ്ടെത്തണം. 1നെ റെപ്രസെന്റ് ചെയ്യുന്ന പോയിന്റ് അറിയാം, 2നെ റെപ്രസെന്റ് ചെയ്യുന്ന, 3യെ റെപ്രസെന്റ് ചെയ്യുന്ന ഒക്കെ നമ്മൾ ലൈൻ സെഗ്മെന്റ് വരയ്ക്കുമ്പോൾ നമുക്ക് അറിയുന്നതാണ്. √2 എന്ന നമ്പറിനെ റെപ്രസെന്റ് ചെയ്യുന്ന പോയിന്റ് ഏതാണ് എന്നാണ് ചോദ്യം. നമ്മൾ കഴിഞ്ഞ തിയറി പറഞ്ഞത് പ്രകാരം നമ്മൾ ഉപയോഗിച്ച തിയറി ഇതാണ്. ഒരു റൈറ്റ് ട്രയാങ്കിളിന്റെ ബേസും ഓൾട്ടിറ്റ്യൂഡും 1 യൂണിറ്റ് വീതമാണെങ്കിൽ അതിന്റെ ഹൈപ്പോട്ടിന്യൂസ് എത്ര നീളമുണ്ടായിരിക്കും? ആ ഹൈപ്പോട്ടിന്യൂസിന്റെ ലെങ്ത് √2 യൂണിറ്റ് ആയിരിക്കും അല്ലെ. അങ്ങനെയാണെങ്കിൽ മക്കളെ നമുക്ക് ഈ ലൈൻ സെഗ്മെന്റിൽ ആ റൈറ്റ് ട്രയാങ്കിൾ കൺസ്ട്രക്ട് ചെയ്താൽ പോരെ? നോക്കൂ, നമുക്ക് 0യിൽ നിന്ന് 1 യൂണിറ്റ് ഇതുവരെയുള്ള ലൈൻ സെഗ്മെന്റ്, ഇതാണ് നമ്മുടെ ബേസ് അല്ലെ. ഇതിൽ പറയുന്ന ബേസ് 1 യൂണിറ്റ് ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ എവിടെ പെർപെൻഡിക്കുലർ വരയ്ക്കേണ്ടി വരും മക്കളെ? 0യിൽ നിന്നാണ് നമ്മൾ ഡിസ്റ്റൻസ് എല്ലാ നമ്പറിലേക്കുള്ളത് അളക്കുന്നത്. അങ്ങനെയാണെങ്കിൽ 0യിൽ നിന്ന് 1 യൂണിറ്റ് അകലെ ഇനി ഈ 1 എന്ന പോയിന്റിൽ വെച്ച് നമ്മൾ പെർപെൻഡിക്കുലർ വരയ്ക്കണം. എത്ര ലെങ്ത് ഉള്ളത്? 1 യൂണിറ്റ് ലെങ്ത് ഉള്ള പെർപെൻഡിക്കുലർ വരയ്ക്കണം. എല്ലാവർക്കും അറിയാമല്ലോ. എല്ലാവരും നോട്ട്ബുക്ക് എടുക്കുക, നിങ്ങൾ ലൈൻ സെഗ്മെന്റ് വരയ്ക്കുക. ഒരേ സമയം നമുക്ക് ഒരുമിച്ച് ചെയ്തു പോകാം. അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് 90 ഡിഗ്രി ഉണ്ടാക്കുക എന്ന് അറിയാമല്ലോ എല്ലാവർക്കും. നിങ്ങൾ എല്ലാവരും 90 ഡിഗ്രി ഈ ലൈൻ സെഗ്മെന്റിന്റെ 1നെ റെപ്രസെന്റ് ചെയ്യുന്ന പോയിന്റിൽ നിന്ന് നമ്മൾ ഒരു പെർപെൻഡിക്കുലർ വരയ്ക്കാൻ പോവുകയാണ്. ക്ലിയർ? എത്ര ലെങ്ത് വേണമെന്നാണ് പറഞ്ഞത്? 1 യൂണിറ്റ് ആണ്. നിങ്ങൾ എല്ലാവരും നിങ്ങളുടെ കോമ്പസ് എടുക്കുക. കോമ്പസ് 0യിൽ കുത്തി 1 വരെയുള്ള ഡിസ്റ്റൻസ് ആണ് 1 യൂണിറ്റ് അല്ലേ. ഇതല്ലേ 1 യൂണിറ്റ്. അങ്ങനെയാണെങ്കിൽ അത്ര ഡിസ്റ്റൻസ് തന്നെ ഇതിന്റെ ഓൾട്ടിറ്റ്യൂഡും വേണം. അത്ര ഡിസ്റ്റൻസ് ഓൾട്ടിറ്റ്യൂഡ് അടയാളപ്പെടുത്തുക, കിട്ടാൽ മതി. അല്ലെങ്കിൽ നിങ്ങൾ എടുത്ത യൂണിറ്റ് തെറ്റിപ്പോകരുത്. ഇവിടെ 1 സെന്റിമീറ്റർ ആണ് എടുത്തെങ്കിൽ മുകളിലേക്ക് 1 സെന്റിമീറ്റർ എടുക്കുക, അത്രേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ 1 സെന്റിമീറ്റർ കൃത്യമായി ഇതിലേക്ക് മുട്ടിക്കാം. 1 യൂണിറ്റ്. ക്ലിയർ? അപ്പൊ ഞാൻ ഇതേ യൂണിറ്റ് തന്നെയാണ് ഇവിടെയും എടുത്തത്. നിങ്ങളുടെ നോട്ട്ബുക്കിൽ നിങ്ങൾ 1 സെന്റിമീറ്റർ വീതം എടുക്കുക. ഇനി നമുക്ക് ഇത് യോജിപ്പിച്ചാൽ ഈ പോയിന്റ് വരെയുള്ള ഡിസ്റ്റൻസ് ഹൈപ്പോട്ടന്യൂസ് വരച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം, അത് അതേപോലെയുള്ള റൈറ്റ് ട്രയാങ്കിൾ ഇവിടെ കിട്ടിക്കഴിഞ്ഞിട്ടുണ്ട്. 1 ബേസും 1 ഓൾട്ടിറ്റ്യൂഡും ആണെങ്കിൽ ഈ ലെങ്ത് ആണ് √2 യൂണിറ്റ് എന്ന് പറയുന്നത്. നിങ്ങൾ എടുത്ത യൂണിറ്റ് ഏതാണോ അതിൽ അത്രയും √2 യൂണിറ്റ് ഉണ്ടായിരിക്കും. മനസ്സിലായല്ലോ? സിമ്പിൾ അല്ലേ? അത്രേ. എങ്ങനെയാണ് ഇനി നമ്പർ ലൈനിൽ ഈ √2 എന്ന് പോയിന്റ് അടയാളപ്പെടുത്തുക? എങ്ങനെയാണ് 1 അടയാളപ്പെടുത്തിയത്? 0യിൽ നിന്ന് 1 യൂണിറ്റ് അകലെയുള്ള പോയിന്റ് അടയാളപ്പെടുത്തി. അങ്ങനെയാണെങ്കിൽ 0യിൽ നിന്ന് ഈ √2 യൂണിറ്റ് ലെങ്ത് കോമ്പസിൽ എടുത്തു കഴിഞ്ഞാൽ ഇത് അത്രയും ദൂരം 0യിൽ നിന്ന് റൈറ്റിലേക്ക് പോയാൽ ഈ പോയിന്റ് ആണ് √2 അല്ലേ. പക്ഷേ നിങ്ങൾക്ക് ഇത് √2 ആണ് നിങ്ങൾ എടുത്തത് എന്ന് നിങ്ങളുടെ ടീച്ചേഴ്സിനെ ബോധ്യപ്പെടുത്താൻ, അല്ലെങ്കിൽ നമുക്ക് തന്നെ ബോധ്യം വരാൻ നമ്മൾ എന്ത് ചെയ്യുന്നു? ഇത്ര ദൂരം ഉള്ള ഈ റേഡിയസ് ആക്കി, √2 യൂണിറ്റ് റേഡിയസ് ആക്കി ഒരു ആർക്ക് വരയ്ക്കുന്നു. ക്ലിയർ? ഈ ആർക്ക് ഈ പോസിറ്റീവ് സൈഡിനെ, ലൈനിന്റെ പോസിറ്റീവ് സൈഡിനെ വന്നു മുട്ടുന്ന പോയിന്റിനെയാണ് നമ്മൾ √2 ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. ഈ സീറ്റ് ആർക്ക് മാത്രമുള്ളതാണ്, √2 മാത്രമാണ്. വേറൊരു പോയിന്റ്, വേറൊരു നമ്പർ അവിടെ വന്നിരിക്കാൻ പാടില്ല.
മനസ്സിലായില്ലേ? നമ്മളൊക്കെ കസേര ഒഴിഞ്ഞു കൊടുത്ത് വേറെ ആൾക്ക് സീറ്റ് കൊടുക്കും. പക്ഷെ നമ്പർ ലൈനിൽ നമ്മളെ ഫിക്സഡ് ആണ് ആ സീറ്റ്. ആ പോയിന്റ് സീറ്റ് എന്ന് പറയുന്നത് ഇവിടെ പോയിന്റ് ആണ്. ആ പോയിന്റ് ഒരു നമ്പറിന് കൊടുത്തു കഴിഞ്ഞാൽ 2 എന്ന നമ്പറിന് പോയിന്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇനി ഇതിനെ മാറ്റി വേറൊരു നമ്പർ അവിടെ കടന്നിരിക്കാൻ പാടില്ല. അങ്ങനെയാണെങ്കിൽ എല്ലാ യൂണിറ്റും അതിന്റെ മെഷർമെന്റ് ഒക്കെ മാറും. അതുകൊണ്ട് √2 സീറ്റ് ആണിത്. √2 റെപ്രസെന്റ് ചെയ്യുന്ന പോയിന്റ് ആണ് ഇത്. ക്ലിയർ ആയില്ലേ? ഈ പോയിന്റിനെ ഞാൻ എ എന്ന സിമ്പിൾ യൂസ് ചെയ്യാണ്. അതായത് എ represents the point √2, the number √2, the number √2. A represents the number √2. The point A. Clear? The point A represents the number √2. Clear? മനസ്സിലായല്ലോ? അപ്പൊ സിമ്പിൾ ആണ്. നമുക്ക് ഒരെണ്ണം മനസ്സിലായി കഴിഞ്ഞാൽ ബാക്കി എല്ലാം നമുക്ക് ഐഡിയ ആയിട്ട് ക്ലിയർ ആയി വേഗം ചെയ്യാൻ പറ്റും. ആദ്യത്തെ ഒരെണ്ണം മാത്രം സ്ലോലി പറഞ്ഞു തരികയാണ്. അങ്ങനെയാണെങ്കിൽ എന്റെ ചോദ്യം ഇതാണ് മക്കളെ, √2 എന്ന നമ്പറിന്റെ പൊസിഷൻ ഇതാണെങ്കിൽ -√2 എന്നുള്ളത് ഈ നമ്പർ എന്തായാലും ഇവിടേക്ക് വരുന്ന എല്ലാ നമ്പറിന്റെയും നെഗറ്റീവ് നമ്പേഴ്സ് ഈ ലെഫ്റ്റ് സൈഡിൽ ഉണ്ടാകും അല്ലെ? 0ന്റെ ലെഫ്റ്റ് സൈഡിൽ ഉണ്ടാവും. അങ്ങനെയാണെങ്കിൽ -√2 റെപ്രസെന്റ് ചെയ്യുന്ന പോയിന്റ് ഏതായിരിക്കും? നമ്മൾ ഇത്ര ഡിസ്റ്റൻസ് തന്നെ 0 മുതൽ √2 വരെയുള്ള ആ ഡിസ്റ്റൻസ് തന്നെ, അതായത് ഈ റേഡിയസ്, അത്ര ദൂരം തന്നെ നമ്മൾ ഇങ്ങോട്ട് ലെഫ്റ്റിലേക്ക് എടുക്കുകയാണെങ്കിൽ ഈ ആർക്ക് വന്ന് മുട്ടുന്ന ഈ പോയിന്റ് ആയിരിക്കും -√2 ബി. നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്കിൽ എനിക്ക് √2 അടയാളപ്പെടുത്താൻ ചോദിച്ചിട്ടില്ല. എങ്കിലും നമുക്ക് പറയാം, നമ്മളെ എങ്ങാനും നമുക്ക് ആവശ്യം വരികയാണെങ്കിൽ അല്ലെങ്കിൽ നമുക്ക് മനസ്സിലാക്കിയിരിക്കണം, √2 എന്ന പോയിന്റ് റൈറ്റ് സൈഡിൽ ഉണ്ടെങ്കിൽ, 0ന്റെ റൈറ്റ് സൈഡിൽ ഉണ്ടെങ്കിൽ -√2 ലെഫ്റ്റ് സൈഡിൽ ഉണ്ടായിരിക്കും. ക്ലിയർ ആണല്ലോ അല്ലെ? അങ്ങനെ നമ്മൾ ഇറേഷണൽ നമ്പർ ആയ √2 ഈ നമ്പർ ലൈനിൽ ഒരു പോയിന്റ് റെപ്രസെന്റ് ചെയ്തു. ക്ലിയർ? ആ പോയിന്റ് കണ്ടുപിടിച്ചു. ഇനി നമുക്ക് √3 ഒന്ന് ശ്രമിച്ചു നോക്കൂ. എങ്ങനെയാണ് √3 കിട്ടുക? നമുക്ക് ലൊക്കേറ്റ് √3 ഉണ്ട് നമ്പർ ലൈനിൽ എന്നാണ്. ഇതുപോലെ √2, √3, √5, √7 ഏത് വേണമെങ്കിലും നമുക്ക് ചോദിക്കാം. √6, √7 ഏതായാലും നമുക്ക് ചെയ്യാൻ അറിയണം അല്ലെ? നിങ്ങൾ മക്കളെ ഇങ്ങനെ ഒരു ജനറൽ കോൺസെപ്റ്റ് മനസ്സിലാക്കി വെക്കും. ഒരു റൈറ്റ് ട്രയാങ്കിളിന്റെ ബേസും അതായത് പെർപെൻഡിക്കുലർ സൈഡ്സ് √m-ഉം √n-ഉം ആണെങ്കിൽ അതിന്റെ ഹൈപ്പോട്ടിന്യൂസ് എത്രയായിരിക്കും നോക്കാം. ബേസ് സ്ക്വയർ അതായത് √m-ന്റെ സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ √n-ന്റെ സ്ക്വയർ ഈക്വൽ ടു ഹൈപ്പോട്ടിന്യൂസ് സ്ക്വയർ √m-ന്റെ സ്ക്വയർ m ആണ്. √m-ന്റെ സ്ക്വയർ √m × m പ്ലസ് √n-ന്റെ സ്ക്വയർ n ആണ്. ഹൈപ്പോട്ടിന്യൂസിന്റെ സ്ക്വയർ എങ്കിൽ ഹൈപ്പോട്ടിന്യൂസ് എത്രയായിരിക്കും? √m + n ആയിരിക്കും. മനസ്സിലായോ? ഈ തിയറി ഒന്ന് മനസ്സിലാക്കി വെക്കുക. ബേസും ഓൾട്ടിറ്റ്യൂഡും √m-ഉം √n-ഉം ആണെങ്കിൽ ഹൈപ്പോട്ടിന്യൂസ് എത്ര കിട്ടും? √m + n ആയിരിക്കും. ഇതാണ് ഞാൻ ഇവിടെ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് √3 കാണണമെങ്കിൽ 3 നമുക്ക് 1 + 2 എന്ന് പിരിക്കാം അല്ലെ? √1 + 2 നമുക്ക് നമ്മുടെ സൗകര്യത്തിനാണ് അത് നമ്പേഴ്സിനെ സ്പ്ലിറ്റ് ചെയ്യാം. ഇവിടെ 1 + 2 മാത്രമേ ഇവിടെ പറ്റുള്ളൂ. അതുകൊണ്ട് √1 + 2. അങ്ങനെയാണെങ്കിൽ ഇവിടെ √1-ഉം ഇവിടെ √2-ഉം ആണെങ്കിൽ ഹൈപ്പോട്ടിന്യൂസ് √3 ആയിരിക്കില്ലേ? √1 എന്ന് പറയുന്നത് 1 ആണ്. ബേസ് 1 യൂണിറ്റും അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സൈഡ് 1 യൂണിറ്റും അടുത്ത പെർപെൻഡിക്കുലർ സൈഡ് √2-ഉം ആണെങ്കിൽ ഹൈപ്പോട്ടിന്യൂസ് √3 ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ മക്കളെ നമുക്ക് ഇവിടെ നിന്ന് തുടങ്ങാം. നമ്മൾ കഴിഞ്ഞ ചിത്രം വരച്ചു വെച്ചിട്ടുണ്ട്. ഇവിടെ √2 വരെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. എന്തായാലും ഒരു സൈഡ് √2 വേണം. അതുകൊണ്ട് നമ്മൾ ഇതിൽ തന്നെയാണ് വരയ്ക്കുന്നത്. നിങ്ങൾ √3 വേറെ നിങ്ങൾ ചെയ്ത് നോക്കുക കേട്ടോ. √3 ചെയ്യണമെങ്കിൽ ആദ്യം √2 വരച്ചിട്ട് വേണം ചെയ്യാനായിട്ട്. ക്ലിയർ? √2 ലെങ്ത് എത്രയാണെന്ന് സ്കെയിൽ ആക്കാൻ പറ്റില്ല. നമ്മൾ ഇങ്ങനെ തന്നെ കണ്ടുപിടിക്കണം. അപ്പൊ √3 കിട്ടണമെങ്കിൽ ഒരു സൈഡ് √2 അല്ലെ? മറ്റൊരു സൈഡ് എത്രയായിരിക്കണം? ഒരു സൈഡ്, ഒരു പെർപെൻഡിക്കുലർ സൈഡ് √2, അടുത്ത പെർപെൻഡിക്കുലർ സൈഡ് 1 യൂണിറ്റും ആയിരിക്കണം. അതായത് ഇവിടെ ഒരു 90 ഡിഗ്രി ഉണ്ടാക്കണം എന്നർത്ഥം. ക്ലിയർ? ആ പോയിന്റിൽ P1 എന്ന് ഞാൻ ആ പോയിന്റിന് പേര് കൊടുത്തിട്ടുണ്ട്.
P1-ൽ നമ്മൾ ഒരു 90 ഡിഗ്രി ഉണ്ടാക്കാൻ പോവുകയാണ്. 0-യിൽ നിന്ന് P2 വരെയുള്ള ഡിസ്റ്റൻസ് എത്രയാണെന്നാണ്? √3 അല്ലേ? ഇത് 1 യൂണിറ്റും. ക്ലിയർ അല്ലേ? √2 യൂണിറ്റും √2ഉം 1ഉം ആണെങ്കിൽ 0-യിൽ നിന്ന് P2 വരെയുള്ള ഡിസ്റ്റൻസ് √3 ആയിരിക്കും. ക്ലിയർ? ഇനി നമുക്ക് 0-യിൽ നിന്ന് എന്താണ് നമ്മുടെ ലക്ഷ്യം? എയും എന്ന് പറയുന്നത് √3 എന്ന നമ്പറിന്റെ പൊസിഷൻ ഏത് പോയിന്റ് ആണ് അതിന് റെപ്രസെന്റ് ചെയ്യുന്നത് എന്ന് കണ്ടെത്തലാണ്. ക്ലിയർ? എന്താണ് നമ്മുടെ എയും? √3 എന്ന നമ്പറിനെ റെപ്രസെന്റ് ചെയ്യുന്ന അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പോയിന്റ് നമ്പർ ലൈനിൽ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് അല്ലേ? അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം, നമുക്ക് ആ ലെങ്ത് എത്രയാണ് എന്ന് മനസ്സിലായി കഴിഞ്ഞാൽ 0-യിൽ നിന്ന് P2 വരെയുള്ള ഡിസ്റ്റൻസ് ആണ് √3 എന്ന് മനസ്സിലായി കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? ആ 0-യിൽ നിന്ന് P2 വരെയുള്ള അത്രയും ഡിസ്റ്റൻസ് പോസിറ്റീവ് സൈഡിലേക്ക് മാർക്ക് ചെയ്താൽ ഈ പോയിന്റ് അല്ലേ? ഈ പോയിന്റ് അല്ലേ? മാർക്ക് ചെയ്താൽ നമുക്കത് √3യെ റെപ്രസെന്റ് ചെയ്യും. ലെഫ്റ്റ് സൈഡിലേക്ക് മാർക്ക് ചെയ്താൽ നെഗറ്റീവ് √3യും കിട്ടും. അങ്ങനെയാണെങ്കിൽ പക്ഷേ നമ്മൾ പറഞ്ഞു ഒരു ആർക്ക് ഉപയോഗിച്ച് ഇന്റർസെക്റ്റിംഗ് പോയിന്റ് കണ്ടെത്താൻ അല്ലെ? അങ്ങനെയാണെങ്കിൽ 0 മുതൽ P2 വരെയുള്ള ഡിസ്റ്റൻസ് ഇവിടെ അടയാളപ്പെടുത്തുക. അതുപോലെ 0-യിൽ നിന്ന് P2 വരെയുള്ള ഡിസ്റ്റൻസ് ലെഫ്റ്റ് സൈഡിലും മാർക്ക് ചെയ്യുക. അങ്ങനെ നമുക്ക് ഈ പോയിന്റ് ആണ് √3 എന്ന പോയിന്റിനെ അടയാളപ്പെടുത്തുന്നത്. നമുക്കതിനെ സി എന്ന പോയിന്റ് കൊണ്ട് അടയാളപ്പെടുത്താം. ഇതാണ് റെപ്രസെന്റ് ചെയ്യുന്നത് എന്തിനെ? √3യെ റെപ്രസെന്റ് ചെയ്യുന്നത്. ക്ലിയർ? മനസ്സിലായല്ലോ? അങ്ങനെ ഈ √3 ലെഫ്റ്റ് സൈഡിലേക്ക് 0-യിൽ നിന്ന് സി വരെയുള്ള ഡിസ്റ്റൻസ് ആണ് √3 എങ്കിൽ സി എന്ന പോയിന്റ് റെപ്രസെന്റ് ചെയ്യുന്നത് √3യെ ആണ്. OC എന്ന അത്രയും ഡിസ്റ്റൻസ് ആണ് നമ്മൾ റേഡിയസ് ആയിട്ട് കൊണ്ട് ആർക്ക് എടുത്ത് വരച്ചത്. ഈ പോയിന്റിനെ നമ്മൾ ഡി എന്ന് അടയാളപ്പെടുത്തുന്നു. ഇത് റെപ്രസെന്റ് ചെയ്യുന്നത് √3യുടെ നെഗറ്റീവ് ആണ്. നെഗറ്റീവ് √3 ആണ് അല്ലെ? റൈറ്റ് സൈഡിലുള്ള എല്ലാ നമ്പറിന്റെയും ഓപ്പോസിറ്റ് ആയിട്ട് ലെഫ്റ്റ് സൈഡിലേക്ക് അതിന്റെ നെഗറ്റീവ് നമ്പേഴ്സ് ഉണ്ടായിരിക്കും. മനസ്സിലായല്ലോ? അപ്പൊ അതായത് നമ്മൾ പറഞ്ഞത് ഇത്രയേ ഉള്ളൂ. സി എന്ന പോയിന്റ് റെപ്രസെന്റ് ചെയ്യുന്നത് √3യെ ആണ്. ഡി എന്ന പോയിന്റ് റെപ്രസെന്റ് ചെയ്യുന്നത് നെഗറ്റീവ് √3യെ ആണെന്നാണ് നമ്മൾ പറഞ്ഞത്. ക്ലിയർ? മക്കളെ, നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ. ഇനി നിങ്ങൾ √5 അടയാളപ്പെടുത്താൻ ചോദിച്ചാൽ നിങ്ങൾ എന്ത് ചെയ്യണം? നമ്മൾ എന്താണ് ജനറൽ ആയിട്ടുള്ള ഒരു റൂള് പറഞ്ഞത്? ജനറൽ റൂൾ ഓർക്കുക. എന്താണ് ജനറൽ റൂള്? നമുക്കൊരു ഒരു റൈറ്റ് ട്രയാങ്കിൾ ഉണ്ടെങ്കിൽ അതിന്റെ പെർപെൻഡിക്കുലർ സൈഡ് √M-ഉം √N-ഉം ആണെങ്കിൽ അതിന്റെ ഹൈപ്പോട്ടിന്യൂസ് √M+N ആയിരിക്കും എന്നാണ് പറഞ്ഞത് അല്ലെ? ഇതായിരുന്നു നമ്മുടെ റൂൾ. അതായത് ഒരു റൈറ്റ് ട്രയാങ്കിളിന്റെ പെർപെൻഡിക്കുലർ സൈഡ്സ് √M-ഉം √N-ഉം ആണെങ്കിൽ അതിന്റെ ഹൈപ്പോട്ടിന്യൂസ് √M+N ആയിരിക്കും. ക്ലിയർ? ഈ √5 ആണ് ആവശ്യമെങ്കിൽ √5നെ ഒന്ന് സ്പ്ലിറ്റ് ചെയ്യാം. M+N ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യാം. നമുക്ക് ഏറ്റവും എളുപ്പം 5ന്റെ തൊട്ട് താഴെയുള്ള പെർഫെക്റ്റ് സ്ക്വയർ നമ്പർ കണ്ടുപിടിക്കും. അതൊക്കെ ആലോചിച്ചിട്ടുണ്ടാവും അല്ലെ? ഇപ്പൊ തന്നെ കിട്ടിയിട്ടുണ്ടാവും. 5ന് തൊട്ട് താഴെയുള്ള 5നേക്കാൾ ചെറുതായ പെർഫെക്റ്റ് സ്ക്വയർ ഏതാണ്? 4 ആണ്. 4നോട് 1 ആഡ് ചെയ്താലല്ലേ 5 കിട്ടുക. അങ്ങനെയാണെങ്കിൽ ഈ റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിന്റെ സൈഡ്സ് എത്രയൊക്കെ ആവണം? ഒന്ന് √1ഉം മറ്റൊന്ന് √4ഉം. √1 നമുക്ക് സ്കെയിലിൽ അളക്കാൻ പറ്റുന്നതാണ്, 1 യൂണിറ്റ് ആണ്. √4ഉം അളക്കാൻ പറ്റുന്നതാണ്, 2 യൂണിറ്റ് ആണ്. എങ്കിൽ നമ്പർ ലൈനിൽ ഇങ്ങനെ ഒരു റൈറ്റ് ട്രയാങ്കിൾ കൺസ്ട്രക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആരെ അടയാളപ്പെടുത്താൻ പറ്റും? √5 അടയാളപ്പെടുത്താൻ പറ്റും. ക്ലിയർ ആണല്ലോ? എന്താണ് പെർപെൻഡിക്കുലർ സൈഡ് എടുക്കേണ്ടത്? 1ഉം 2ഉം ആണ് പെർപെൻഡിക്കുലർ സൈഡ് എടുക്കേണ്ടത്. നമ്മൾ 0-യിൽ നിന്ന് 1 വരെയുള്ള ഡിസ്റ്റൻസ് ബേസ് ആയി എടുത്തുകൊണ്ട് 1ൽ പെർപെൻഡിക്കുലർ വരയ്ക്കാൻ പോവുകയാണ്. 90 ഡിഗ്രിയിൽ അടയാളപ്പെടുത്തി. പെർപെൻഡിക്കുലർ വരയ്ക്കാൻ മറ്റു മാർഗങ്ങളുമുണ്ട്. നമ്മള് ഇവിടെ പെർപെൻഡിക്കുലർ വരയ്ക്കുകയാണ്. ആ പെർപെൻഡിക്കുലർ ആണെന്ന് കാണിക്കാൻ ഇവിടെ 90 ഡിഗ്രി അടയാളപ്പെടുത്തുക. ഇനി നമ്മൾ ഈ പെർപെൻഡിക്കുലറിൽ എത്ര യൂണിറ്റ് ആണ് അടയാളപ്പെടുത്തേണ്ടത്? 2 യൂണിറ്റ് ആണ് അടയാളപ്പെടുത്തേണ്ടത് അല്ലെ? നമ്മൾ 2 യൂണിറ്റ് അടയാളപ്പെടുത്തിയാൽ 2 യൂണിറ്റ് ലെങ്ത് ഉള്ള ഒരു ലൈൻ വരച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ വരും, 2 യൂണിറ്റ്. ക്ലിയർ? ഈ 2 യൂണിറ്റ് ലെങ്ത് പെർപെൻഡിക്കുലർ ഒരു ലെങ്ത്തും 0യും ഈ പോയിന്റും തമ്മിൽ യോജിപ്പിച്ചാൽ
ഇതിനെ നമുക്ക് പി എന്ന പോയിന്റ് അടയാളപ്പെടുത്തിയാൽ ഏതെങ്കിലും ലെറ്റർ ഉപയോഗിച്ച് റെപ്രസെന്റ് ചെയ്യാം. നമുക്കറിയാം സീറോയിൽ നിന്ന് ഈ പി വരെയുള്ള ഡിസ്റ്റൻസ് എത്രയായിരിക്കണം? ഇത് 1 യൂണിറ്റും ഈ പെർപെൻഡിക്കുലർ 2 യൂണിറ്റും ആണെങ്കിൽ സീറോയിൽ നിന്ന് പി വരെയുള്ള ഡിസ്റ്റൻസ് √5 ആയിരിക്കണം. ഇനി നമുക്ക് സിമ്പിൾ ആണ്. √5 എന്ന ലെങ്ത് എത്രയാണെന്ന് മനസ്സിലായി കഴിഞ്ഞാൽ വളരെ സിമ്പിൾ ആണ്. √5 എന്ന് പറയുന്ന ലെങ്ത് ഇതാണ്. ഇവിടെ നിന്ന് നമ്മൾ ആർക്ക് വരയ്ക്കുന്നു. റൈറ്റ് സൈഡിൽ ആർക്ക് വന്ന് മുട്ടുന്ന ലൈനിനെ വന്ന് മുട്ടുന്ന പോയിന്റ് ആണ് ഏതിനെ റെപ്രസെന്റ് ചെയ്യുന്ന? 2ന്റെ റൈറ്റ് സൈഡിൽ വരും. 2വിനേക്കാൾ വലുതാണെന്ന് നമുക്കറിയാം. √5 എന്നുള്ളത് 2 പോയിന്റ് സംതിങ് ആണ് അല്ലെ? 2വിനേക്കാൾ കൂടുതലാണ് √5. ഈ പോയിന്റ് ആണ് ആരെ റെപ്രസെന്റ് ചെയ്യുന്നത്? √5നെ റെപ്രസെന്റ് ചെയ്യുന്നത്. ഈ പോയിന്റിനെ നമുക്ക് ഏതെങ്കിലും ലെറ്റർ കൊണ്ട് സൂചിപ്പിക്കാം. എ. ഇവിടെ ഇതിനെ ഞാൻ ബി എന്ന പോയിന്റ് കൊണ്ട് സൂചിപ്പിച്ചാൽ 2വിന്റെ ലെഫ്റ്റ് സൈഡിലാണ്. ബി എന്ന പോയിന്റ് കൊണ്ട് അടയാളപ്പെടുത്തിയാൽ ഇതാണ് -√5. മനസ്സിലായല്ലോ? ഇതുപോലെ √2, √3, √5 പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾക്ക് √7 ആണെങ്കിൽ നമ്മൾ 4+3 എടുക്കുന്നു അല്ലെ? √3 ഉണ്ടാക്കിയതിന് ശേഷം വേണം ആ മെത്തേഡിൽ നമുക്ക് ചെയ്യാനായിട്ട്. √3 വരെ വരച്ചതിന് ശേഷം നമ്മൾ ചെയ്ത പോലെ √3 വരച്ചതിന് ശേഷം അതിൽ 2 യൂണിറ്റ് പെർപെൻഡിക്കുലർ വരച്ച് യോജിപ്പിച്ചാൽ √7 കിട്ടും. ഇതുപോലെ നമുക്ക് ഏതും നമുക്ക് ചെയ്യാവുന്നതാണ്. ക്ലിയർ? √10 വരയ്ക്കണമെങ്കിൽ വളരെ സിമ്പിൾ ആണ്. √10 എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാം? √9 + 1, അതായത് √9ഉം √1ഉം, അതായത് 3ഉം 1ഉം. 1ൽ പെർപെൻഡിക്കുലർ വരച്ച് 3 യൂണിറ്റ് പെർപെൻഡിക്കുലർ ലെങ്ത് ഉള്ള പെർപെൻഡിക്കുലർ വരച്ചു കഴിഞ്ഞാൽ നമുക്ക് യോജിപ്പിച്ചാൽ ഹൈപ്പോട്ടന്യൂസിന്റെ ലെങ്ത് √10 ആയിരിക്കും. ഇതേപോലെ നിങ്ങൾ മക്കളെ ആലോചിക്കുക. കൂടുതൽ നമ്പേഴ്സിനെ എങ്ങനെ നമ്മുടെ നമ്പർ ലൈനിൽ ലൊക്കേറ്റ് ചെയ്യാം എന്ന് സ്വയം കണ്ടെത്തുമ്പോഴാണ് നമുക്ക് ശരിക്കും മനസ്സിലായി എന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ അല്ലേ? ടീച്ചർ പറഞ്ഞ അത് അതുപോലെ തന്നെ ചെയ്യല്ല, വേറെ ഏതെങ്കിലും മെത്തേഡ് ഉണ്ടോ എന്നും കൂടി ചിന്തിക്കുക. നമുക്ക് ഒരു പ്രോബ്ലം ചെയ്യാൻ തന്നെ അനവധി മെത്തേഡുകളുണ്ട്. അതിൽ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള മെത്തേഡ് നമ്മൾ പരീക്ഷ എക്സാം ഹാളിൽ ഉപയോഗിക്കുക എന്ന് മാത്രമേ. ക്ലിയർ? നെക്സ്റ്റ് സെഷൻ ഡെസിമൽ എക്സ്പാൻഷൻ ഓഫ് റേഷണൽ നമ്പേഴ്സ് ആണ്. ത്രോട്ട് ഇൻഫെക്ഷൻ ഉണ്ട്, സൗണ്ട് കുറച്ച് പ്രശ്നമുണ്ട്, സോറി. നിങ്ങൾക്കത് ബുദ്ധിമുട്ട് വരുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. നമുക്ക് 1/2ന്റെ റേഷണൽ ഡെസിമൽ എക്സ്പാൻഷൻ എങ്ങനെ കാണും? p/q ഫോമിൽ എഴുതാൻ സാധിക്കുന്ന നമ്പേഴ്സ് ഒക്കെ റേഷണൽ നമ്പേഴ്സ് ആണ്. ഇനി ഡെസിമൽ നമ്പറിനെ കണ്ടാലും നമുക്ക് തിരിച്ചറിയണ്ടേ? വേഷം മാറി വന്നാൽ, p/q ഫോമിൽ അല്ലാതെ മറ്റു രൂപത്തിൽ വന്നാൽ ഇത് റേഷണൽ നമ്പർ ആണ് എന്ന് എങ്ങനെ നിങ്ങൾ തിരിച്ചറിയും? ഇത് ഇറേഷണൽ നമ്പർ ആണ് എന്നെങ്ങനെ നിങ്ങൾ തിരിച്ചറിയും? ഡെസിമൽ എക്സ്പാൻഷൻ കണ്ടു കഴിഞ്ഞാലും അത് റേഷണൽ നമ്പർ ആണോ ഇറേഷണൽ നമ്പർ ആണോ എന്ന് തിരിച്ചറിയലാണ് നമ്മുടെ ഈ സെഷന്റെ എയിം. ക്ലിയർ അല്ലേ? അങ്ങനെയാണെങ്കിൽ ഈ ഫ്രാക്ഷൻസിന്റെ ഞാൻ ഒരു 4 എണ്ണം എഴുതിയിട്ടുണ്ട്. അതിന്റെ ഡെസിമൽ എക്സ്പാൻഷൻ വളരെ സിമ്പിൾ ആണ്, നിങ്ങൾക്ക് ചെയ്യാൻ അറിയുന്നതാണ്. എങ്ങനെയാണ് ഡെസിമൽ എക്സ്പാൻഷൻ കാണാം? 1നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ലോങ് ഡിവിഷൻ മെത്തേഡ് അല്ലേ? നമുക്ക് ഇത് ലോങ് ഡിവിഷൻ മെത്തേഡിൽ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് പറയാൻ സാധിക്കുന്നതാണെങ്കിൽ പോലും ഞാൻ ഒരു കാര്യം നോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് എഴുതുന്നത്. അതായത് 0.5 ആണ്. 0.5 ആണ്. ഇതിന്റെ റിമൈൻഡേഴ്സ് എന്തൊക്കെയാണ് വന്നത്? ലോങ് ഡിവിഷൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് എന്തൊക്കെയാണ് 1 വന്നു, പിന്നെ എന്താ വന്നേ? 1 വന്നതിന് ശേഷം പിന്നെ 0 ആണ് അല്ലെ? റിമൈൻഡേഴ്സ് 1ഉം 0 ആണ് വന്നത്. 0യിൽ അവസാനിച്ചു. ക്ലിയർ? ഇനി 1/4 നോക്കാം. എങ്ങനെയാണ് 1/4? 1 ഡിവൈഡഡ് ബൈ 4, 0, 0, 1. 10ൽ 10 വരാൻ കാരണം ഇവിടെ 0, 0 അങ്ങനെ പോകുന്നുണ്ട്, അതുകൊണ്ടാണ് കേട്ടോ. 10ൽ 4, 2 ടൈംസ് 8, 2, വീണ്ടും 0 എഴുതി, 5 ടൈംസ് 20. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ ഡെസിമൽ എക്സ്പാൻഷൻ 0.25 ആണ്. ഇത് ചെയ്ത് നോക്കാതെ തന്നെ നമുക്കറിയണതാണ് 1/4 = 0.25. ഞാനിത് പറയാൻ കാരണം ഇവിടെ റിമൈൻഡേഴ്സ് എന്തൊക്കെ വന്നിട്ടുണ്ട്? 1, 2, പിന്നെ വന്നത് 0. കണ്ടോ? റിമൈൻഡേഴ്സ് 0യിൽ അവസാനിച്ചു. ഇവിടെയും 0യിൽ അവസാനിച്ചു, ഇവിടെയും 0യിൽ അവസാനിച്ചു. നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് 1/10 ആണ്. അതായത് റിമൈൻഡർ 0യിൽ എത്തിക്കഴിഞ്ഞു. നെക്സ്റ്റ് 0.1, 1/20. 1/20 എങ്ങനെ ചെയ്യാം? നിങ്ങൾക്ക് ഡിവിഷൻ നന്നായി അറിയുന്നതുകൊണ്ടാണ് ഞാൻ ഇതിനെ ഫോക്കസ് ചെയ്യാത്തത്.
ചെറിയ ക്ലാസ്സുകളിൽ പഠിച്ചതാണ്. 0.051. ഇവിടെ റിമൈൻഡേഴ്സ് എന്തൊക്കെ വന്നു നോക്കാം. 1 വന്നിട്ടുണ്ട്, പിന്നെ വീണ്ടും 10 ആണ് വന്നത്, വീണ്ടും വന്നത് 0. 110 എന്നാണ്. 110. ഇനി നോക്കൂ, നമുക്ക് ഇതില് റിമൈൻഡർ 0. ഇപ്പൊ പറഞ്ഞതിലെല്ലാം റിമൈൻഡർ 0യിൽ അവസാനിക്കുകയാണ് അല്ലെ. 0 ഒരു സെർട്ടൻ സ്റ്റേജ് കഴിയുമ്പോൾ 0 വരുന്നുണ്ട്. അതുകൊണ്ടാണ് ഇത് ടെർമിനേറ്റിംഗ് ഡെസിമൽ ആയിട്ട് വന്നത്. ടെർമിനേറ്റിംഗ് ഡെസിമൽ ആയി വരാൻ കാരണം ഇവിടെ റിമൈൻഡേഴ്സ് 0യിൽ അവസാനിക്കുകയാണ്. 1/3, 1/7, 1/6 ഇതുകൂടി നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. 1നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും മക്കളെ? നിങ്ങളും ഒരേ സമയം ചെയ്ത് നോക്കുക കേട്ടോ. 1ൽ 3 0 ടൈംസ് ആണ്. 0, 1 റിമൈൻഡർ 0. നെക്സ്റ്റ് 10ൽ 3 ടൈംസ് 9, 1 0, 3 ടൈംസ് 9. അങ്ങനെ 1 തന്നെ റിമൈൻഡർ വന്നുകൊണ്ടിരിക്കുകയാണ് അല്ലേ. കണ്ടിന്യൂ ചെയ്യാണ്, ഇത് അവസാനിക്കാത്ത ഒരു പ്രോസസ്സാണ്. അതുകൊണ്ട് ഇതിന്റെ ഡെസിമൽ പ്ലേസ് 0.333 എക്സെട്ര ആണ്. 3 എത്ര പ്രാവശ്യം എഴുതണം? കുറേ ടൈം എഴുതണം. എത്ര എഴുതിയാലും അത് അവസാനിക്കില്ല. ഇൻഫിനിറ്റ് നമ്പർ ഓഫ് 3s ഉണ്ട്. നമുക്ക് ഇതിനെ ഷോർട്ട് ആയിട്ട് എളുപ്പത്തിന് 0.3 ബാർ എന്ന് എഴുതാം. 0.3 ബാർ എന്ന് എഴുതാം. അതായത് 1/3യുടെ ഡെസിമൽ ഫോം 0.333 എക്സെട്ര. അതിനെ നമുക്ക് 0.3 ബാർ എന്നും വായിക്കാം. നെക്സ്റ്റ് 1/7 ആണെങ്കിൽ 1/7 നിങ്ങളും ഡിവൈഡ് ചെയ്ത് നോക്കുക കേട്ടോ. 0, then 1, 10ൽ 7 1 ടൈം, 1 7, 3, 30ൽ 7 4 ടൈംസ് 28 അല്ലേ. 2, 20ൽ 7 ഏതൊക്കെല്ലാം ഡിജിറ്റ് ആണോ റിപ്പീറ്റ് ചെയ്യുന്നത് അതിന്റെ മുകളിൽ മാത്രമേ ബാർ അടയാളം വരാൻ പാടുള്ളൂ. അതായത് 6ന്റെ മുകളിൽ മാത്രമേ ഈ ബാർ അടയാളം വരാൻ പാടുള്ളൂ. ക്ലിയർ? ബാക്കി 1 റിപ്പീറ്റ് ചെയ്ത് പോകുന്നില്ല, 6 മാത്രമാണ് റിപ്പീറ്റ് ചെയ്യുന്നത്. ഇവിടെ റിമൈൻഡേഴ്സ് 1 വന്നിട്ടുണ്ട്, 4, 1 4, പിന്നെ 4, വീണ്ടും 4, അങ്ങനെ പോവുകയാണ്. കണ്ടോ? ആദ്യത്തെ 1 വീണ്ടും വരുന്നില്ല. ക്ലിയർ? അപ്പൊ ഇതാണ് നമ്മൾ ഇവിടെ പറയാൻ വിചാരിച്ചത്. നമ്മൾ ഇത്തരം മോഡൽ പ്രോബ്ലംസും നമ്മുടെ മുന്നിൽ എത്താൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഈ ബാർ അടയാളം ഇടുമ്പോൾ ശ്രദ്ധിക്കണം. നമ്മളിപ്പോ കണ്ടത് റേഷണൽ നമ്പേഴ്സിന്റെ ഡെസിമൽ എക്സ്പാൻഷൻ ആണ്. കുറച്ച് എക്സാമ്പിൾ എടുത്ത് നമ്മൾ ചെയ്യാണ്. ഇതൊന്ന് നമുക്ക് കൺക്ലൂഡ് ചെയ്ത് നോക്കാം. എന്തായിരുന്നു ഇതിൽ നിന്ന് കിട്ടുന്ന കൺക്ലൂഷൻ എന്താണെന്ന് നോക്കാം. ചില റേഷണൽ നമ്പേഴ്സിന്റെ ഡെസിമൽ എക്സ്പാൻഷൻ അവസാനിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ അതിന്റെ റിമൈൻഡേഴ്സിൽ 0 എത്തുന്നത് കൊണ്ടാണ് ഇവിടെ ഡെസിമൽ എക്സ്പാൻഷൻ അവസാനിക്കുന്നത്. ക്ലിയർ? അപ്പോൾ 0 റിമൈൻഡറിൽ വരികയാണെങ്കിൽ, റിമൈൻഡർ ആയിട്ട് 0 കിട്ടുകയാണെങ്കിൽ നമുക്ക് അവിടെ സ്റ്റോപ്പ് ചെയ്യാം. ഡെസിമൽ എക്സ്പാൻഷൻ സ്റ്റോപ്പ് ചെയ്യും. അതിൽ നമുക്ക് കണ്ടുപിടിക്കാം. എന്നാൽ 1നെ 7 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന റിമൈൻഡേഴ്സ് ആണത് അല്ലെ. ഇനി വീണ്ടും തുടരുകയാണ്. വീണ്ടും 1 3 2 6 4 5 എന്നിങ്ങനെ തുടർന്ന് പോകും. അതായത് ഒരു സ്ട്രിങ് അല്ലെ. ഈ റിമൈൻഡേഴ്സ് ഈ സ്ട്രിങ് ഓഫ് ഡിജിറ്റ്സ് ഇതിലിവിടെ റിപ്പീറ്റ് ചെയ്ത് പോവുകയാണ്. റിമൈൻഡേഴ്സ് റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോഴാണ് നമുക്ക് അതിന്റെ ഡെസിമൽ ഫോമിൽ എന്ത് കിട്ടുന്നത്? ഇതിന്റെ ഡെസിമൽ എക്സ്പാൻഷനിലെ ഒരു ബ്ലോക്ക് ഓഫ് ഡിജിറ്റ്സ് നമുക്ക് വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പോകുന്നുണ്ട്. 1 4 2 8 5 7, വീണ്ടും 1 4 2 8 5 7 എന്നിങ്ങനെയാണ് അല്ലെ. ഈ റിമൈൻഡേഴ്സിന്റെ എണ്ണം ഉറപ്പായും നിങ്ങൾക്ക് ഇതിന്റെ ഡിവൈസർ ഇല്ലേ? അതായത് 1നെ 7 കൊണ്ടാണ് ഡിവൈഡ് ചെയ്തത് അല്ലെ. ഈ 7നേക്കാൾ കുറവായിരിക്കും ഇവിടെ റിമൈൻഡേഴ്സിന്റെ എണ്ണം. അതായത് 6 എന്നാണ് ഇവിടെ വന്നത്. ഇവിടെ 3 വന്നപ്പോൾ 1 ആണ് വന്നത് അല്ലെ. ഒരു ഡിജിറ്റ് ആണ് റിപ്പീറ്റ് ചെയ്ത് പോകുന്നത്. ക്ലിയർ? അതായത് ഒരെണ്ണം 1 എന്ന് പറയുന്നത് 3യേക്കാൾ കുറവാണ്. അതുപോലെ 6 ഡിജിറ്റ്സ് ആണ് ഇവിടെ റിപ്പീറ്റ് ചെയ്ത് പോകുന്നത്. 6 എന്ന് പറയുന്നത് ഡിവൈസർ 7നേക്കാൾ കുറവാണ്. ഇതുപോലെ നമുക്ക് ഇവിടെ 2 ഡിജിറ്റ് 11നേക്കാൾ കുറവാണ്, 13നേക്കാൾ കുറവാണ്. ഇവിടെ എത്ര എണ്ണം വന്നിട്ട്? 1 2 3 4 5 6, വീണ്ടും 2 7 5 11 6 എന്നിങ്ങനെ റിപ്പീറ്റ് ചെയ്യാണ്. ക്ലിയർ? അപ്പൊ ഇവിടെ 6 എണ്ണാണ്, 6 റിമൈൻഡേഴ്സ് ആണ് വന്നിരിക്കുന്നത്. അത് 13നേക്കാൾ കുറവാണ്. അപ്പൊ ഫസ്റ്റ് പോയിന്റ് എന്താണ്?
ഈ ഇതിനെ കണ്ടിന്യൂ ചെയ്തു പോവാണ്, റിപ്പീറ്റ് ചെയ്യാണ്, ഒരു ബ്ലോക്ക് ഓഫ് ഡിജിറ്റ്സ് റിപ്പീറ്റ് ചെയ്യാൻ. അപ്പൊ നമ്മൾ എത്രയാണ് പറഞ്ഞു വന്നത്, നമുക്ക് ഇതിന്റെ റേഷണൽ നമ്പേഴ്സിന്റെ ഡെസിമൽ എക്സ്പാൻഷൻ ഒന്നുകിൽ ടെർമിനേറ്റിംഗ് ആയിരിക്കും, ടെർമിനേറ്റിംഗ് അപ്പൊ അവസാനിക്കും, അല്ലെങ്കിൽ നോൺ ടെർമിനേറ്റിംഗ് ആൻഡ് റിക്കറിംഗ് ആയിരിക്കും. നോൺ ടെർമിനേറ്റിംഗ് ഇത് അവസാനിക്കില്ല, ഇതിന്റെ ഡെസിമൽ പ്ലേസസ് അവസാനിക്കുന്നില്ല. റിക്കറിംഗ് ആയിരിക്കും, ഏതെങ്കിലും ഒരു നമ്പറോ ഒരു ഡിജിറ്റോ അല്ലെങ്കിൽ ഒരു ബ്ലോക്ക് ഓഫ് ഡിജിറ്റ്സോ റിപ്പീറ്റ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കും. ക്ലിയർ? റിക്കറിംഗ്, റിപ്പീറ്റിംഗ് എല്ലാം ശരിയാണ്, അതല്ലേ? ഇവിടെ 3 3 3, അതുകൊണ്ടാണ് നമ്മൾ 0.3 ഒരെണ്ണം വീണ്ടും വീണ്ടും കുറെ എണ്ണം എഴുതുന്നതിന് പകരമാണ് നമ്മൾ 3യുടെ മുകളിൽ ഒരു ബാർ ചിഹ്നം ഇട്ടത്. ക്ലിയർ? അപ്പൊ 0.3 ബാർ എന്ന് വായിച്ചാൽ മതി. അതിന്റെ അർത്ഥം 0.3333 എക്സെട്ര എന്നുള്ളതാണ്. ഇവിടെ 0.142857 വീണ്ടും 142857 എന്നിങ്ങനെ കണ്ടിന്യൂ ചെയ്യാണ് 1/7. ക്ലിയർ? അതുകൊണ്ടാണ് നമ്മൾ 0.142857 ബാർ എന്നിട്ടത്. അതിന്റെ അർത്ഥം ഇനി വീണ്ടും ഇതേ ഡിജിറ്റ്സ് വീണ്ടും എഴുതണം എന്നുള്ളതാണ്. നെക്സ്റ്റ് ഇവിടെ നോക്കൂ മക്കളെ, 1/11 നമുക്ക് വന്നത് 0.0909, അങ്ങനെ 2 ഡിജിറ്റ്സ് ആണ് അല്ലെ? ഈ 2 ഡിജിറ്റ്സ് 09 എന്ന് പറയുന്ന 2 ഡിജിറ്റ്സിന്റെ ഒരു ബ്ലോക്ക് ആണ് റിപ്പീറ്റ് ചെയ്ത് വന്നത് അല്ലെ? അതുകൊണ്ട് നമുക്ക് 0.09 ബാർ എന്ന് എഴുതാം. അതിന് ഏതൊരു റേഷണൽ നമ്പറിന്റെയും ഡെസിമൽ എക്സ്പാൻഷൻ ഒന്നുകിൽ ടെർമിനേറ്റിംഗ് ആയിരിക്കും, അത് ടെർമിനേറ്റ് ചെയ്യും, അത് എൻഡ് ചെയ്യും, അവസാനിക്കും, ആ ഡെസിമൽ പ്ലേസസ് അവസാനിക്കും. ക്ലിയർ? അത് റിമൈൻഡർ 0 വരുന്നത് കൊണ്ടാണ് ആ ഡെസിമൽ പ്ലേസ് അവസാനിക്കുന്നത്. അല്ലെങ്കിൽ നോൺ ടെർമിനേറ്റിംഗ്, കണ്ടിന്യൂ ചെയ്ത് ഇങ്ങനെ പോകും, നോൺ ടെർമിനേറ്റിംഗ് ആയിരിക്കും. അങ്ങനെയുള്ള കേസിൽ ആ ഒരു ബ്ലോക്ക് ഓഫ് ഡിജിറ്റ്സ് റിപ്പീറ്റ് ചെയ്ത് വന്നുകൊണ്ടിരിക്കും അല്ലെ? നോൺ ടെർമിനേറ്റിംഗ്, റിക്കറിംഗ് ആയിരിക്കും. ക്ലിയർ? നെക്സ്റ്റ് ടോപ്പിക് എന്നത് നമുക്ക് ക്വോഷ്യന്റ് ഫോമിൽ തന്നു കഴിഞ്ഞാൽ ഡെസിമൽ എക്സ്പാൻഷൻ ചെയ്യാനായിട്ട് നമ്മൾ പഠിച്ചതാണ് അല്ലേ? നമ്മൾ എല്ലാ റേഷണൽ നമ്പേഴ്സിന്റെയും ക്വോഷ്യന്റ് ഫോം തന്നു കഴിഞ്ഞാൽ ഡെസിമൽ എക്സ്പാൻഷൻ ചെയ്യാൻ പഠിച്ചതാണ്. മക്കളെ, നിങ്ങൾ ഡെസിമൽ എക്സ്പാൻഷനിലാണ് നമ്പർ തന്നതെങ്കിൽ അതിനെങ്ങനെയാണ്, ഡെസിമൽ നമ്പർ ആയിട്ടാണ് തന്നതെങ്കിൽ എങ്ങനെയത് ക്വോഷ്യന്റ് ഫോം, അതായത് P/Q ഫോമിലേക്ക് കൊണ്ടുവരും? ഇതാണ് നമ്മൾ ഈ സെഷനിൽ ഡിസ്കസ് ചെയ്യുന്നത്. നോക്കൂ, ഏതെല്ലാം നമ്പേഴ്സ് ഉണ്ട്? ടെർമിനേറ്റിംഗ്, നോൺ ടെർമിനേറ്റിംഗ് നമ്പേഴ്സ് ഉണ്ടാകാം, അല്ലെങ്കിൽ നോൺ ടെർമിനേറ്റിംഗ് ആൻഡ് റിക്കറിംഗ് നമ്പേഴ്സ്. ശരിയല്ലേ? ഫസ്റ്റ് നമ്മൾ ടെർമിനേറ്റിംഗ് നമ്പേഴ്സിനെ ഒന്ന് നോക്കാം. ടെർമിനേറ്റിംഗ് അതായത് ഡെസിമൽ നമ്പർ അവസാനിക്കുന്നത് അല്ലെ? ഡെസിമൽ പ്ലേസിലുള്ള നമ്പേഴ്സ് അവസാനിക്കും. 0.5 എങ്ങനെ നമ്മൾ പഠിച്ചിട്ടുണ്ട്? 0.5നെ നമുക്ക് അറിയുന്നതാണ്. 0.5നെ P/Q ഫോമിലേക്ക് കൊണ്ടുവരണമെങ്കിൽ ഇവിടെ ഒരു ഡെസിമൽ പ്ലേസ് ആണുള്ളത്, അതുകൊണ്ട് 110 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം, ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും മൾട്ടിപ്ലൈ ചെയ്യാം. ദാറ്റ് ഈസ് 0.5 into 10 equal to 5. 5/10. 5/10 എന്നുള്ളത് അതിന്റെ സിംപ്ലസ്റ്റ് ഫോമിലേക്ക് കൊണ്ടുവരിക. 5ലും 10ലും കോമൺ ആയിട്ടുള്ള ഏറ്റവും ഹയസ്റ്റ് കോമൺ ഫാക്ടർ ഏതാണ്? 5 അല്ലേ? 5ന്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിളിൽ 5 ഉണ്ട്, 5ന്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിളിൽ 10 ഉണ്ട്. അതായത് 5 1s are 5, 5 2s are 10, 1/2 അല്ലേ? സിമ്പിൾ ആണ്. നെക്സ്റ്റ് 0.125 നമ്മൾ ഇതുപോലെ തന്നെ നോക്കാം. 0.125 എന്തുകൊണ്ട് ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും മൾട്ടിപ്ലൈ ചെയ്യണം? നോക്കാം, എത്ര ഡെസിമൽ പ്ലേസ് ഉണ്ട്? 1 2 3. അതുകൊണ്ട് 3 10s കൊണ്ട്, 3 10s എന്ന് പറഞ്ഞാൽ അതേതാണ്? 1000 ആണ്. 1000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ദിസ് ഈക്വൽ ടു എത്രയാണ്? ഇങ്ങനെ 3 ഡെസിമൽ പ്ലേസ് നീങ്ങി കഴിഞ്ഞാൽ 125/1000. ഏതാണ് മക്കളെ ഇതിൽ ഹയസ്റ്റ് കോമൺ ഫാക്ടർ? ഹയസ്റ്റ് കോമൺ ഫാക്ടർ അറിയുന്നവർക്ക് വളരെ സിമ്പിൾ ആണ്. ഇത് അല്ലേ? 25ന്റെ മൾട്ടിപ്പിൾ ആണ് 125, 25ന്റെ മൾട്ടിപ്പിൾ ആണ് 1000. അങ്ങനെയാണെങ്കിൽ 25 എത്ര എണ്ണം ഉണ്ട്? 100ൽ 4 എണ്ണം. പിന്നെയോ 25 ബാക്കി ഒരെണ്ണത്തിൽ ഒരെണ്ണം, അതായത് 5. 1000ല് എത്ര 25 ഉണ്ട്? 25ല് 40. ഇപ്പോഴും സിംപ്ലസ്റ്റ് ഫോമിലല്ല, നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റുന്നതിന്റെ ഏറ്റവും വലിയ ഫോമാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ വീണ്ടും നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് 5 ആണ്. 5 1 ടൈംസ് ഇതിൽ 8 ടൈംസ് 1/8 എന്ന് വരും. മനസ്സിലായില്ലേ?
അതായത് 0.125 ഈക്വൽ ടു 1/8 എന്ന P/Q ഫോമിലേക്ക് കൊണ്ടുവന്നു. നെക്സ്റ്റ് നോൺ ടെർമിനേറ്റിംഗ് സെക്ഷൻ ആയാലോ? നമുക്ക് നോൺ ടെർമിനേറ്റിംഗ് ആൻഡ് റിക്കറിംഗ് ഡെസിമൽ നമ്പേഴ്സിനെ എങ്ങനെ P/Q ഫോമിലേക്ക് കൊണ്ടുവരാം? എക്സാമ്പിൾ ആയിട്ട് നമുക്ക് ഏതെടുക്കാം? നമ്മൾ പഠിച്ച 0. ഏറ്റവും സിമ്പിൾ ആയി പഠിച്ച 0.333 എക്സെട്ര. ഇതിനെ എങ്ങനെയാണ് നമുക്ക് P/Q ഫോമിലേക്ക് കൊണ്ടുവരിക എന്നാണ് ഞാൻ പറയാൻ പോകുന്നത്. നിങ്ങളും ഒപ്പം കൂടെയാണ് കേട്ടോ. 0.333 എന്ന നമ്പറിനെ നമ്മൾ ആദ്യം എന്ത് ഒരു പേരിടുന്നു? എക്സ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നു. എക്സ് ഈക്വൽ ടു 0.333 എക്സെട്ര. ദിസ് ഈസ് ഇക്വേഷൻ 1. ദെൻ എത്ര ഡിജിറ്റ്സ് ഇതിൽ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്? 1 ഡിജിറ്റ്, 3 മാത്രം അല്ലേ? അതുകൊണ്ട് നമ്മൾ ബോത്ത് സൈഡ്സിലെയും 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. 10 into 0.333 എക്സെട്ര. കാരണം എന്താണ്? 1 ഡിജിറ്റ് റിപ്പീറ്റ്സ്. 1 ഡിജിറ്റ് റിപ്പീറ്റ്സ്. അതുകൊണ്ടാണ് സോ മൾട്ടിപ്ലൈ ബൈ 10. 2 ഡിജിറ്റ് ആണെങ്കിൽ 100 ഉണ്ട് കേട്ടോ. അപ്പൊ 10x എന്ന് പറയുന്നത് എന്തായി കിട്ടി? ഇത് ഒരു പ്ലേസ് ഡെസിമൽ പ്ലേസ് റൈറ്റിലേക്ക് നീങ്ങും. 3.333 എക്സെട്ര. ഇതിനെ ഇക്വേഷൻ 2 എന്ന് എഴുതുക, കൺസിഡർ ചെയ്യാൻ. നെയിം കൊടുത്തു അല്ലെ മക്കളെ? ഈ 2 ഇക്വേഷൻ വെച്ചാണ് നമ്മുടെ കളി. ഇക്വേഷൻ 2 നിന്ന് ഇക്വേഷൻ 1 മൈനസ് ചെയ്താൽ, സബ്ട്രാക്ട് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ലെഫ്റ്റ് സൈഡ് 10x മൈനസ് എക്സ്. 10x മൈനസ് എക്സ് ഈക്വൽ ടു ഇതിന്റെ റൈറ്റ് സൈഡ് 3.333 എക്സെട്ര. ഇതിൽ നിന്ന് മൈനസ് ചെയ്യണം എന്ത്? 0.333 എക്സെട്ര. അപ്പോഴെന്താ കിട്ടുക മക്കളെ? ഇത് 9x ആവും. gives 9x ഈക്വൽ ടു ഇത് ഡിവൈഡ് ചെയ്താൽ നമുക്ക് ഈ ഡെസിമൽ കഴിഞ്ഞിട്ടുള്ള നമ്പറുകൾ മുഴുവൻ 0 ആയി പോകൂലേ മൈനസ് ചെയ്യുമ്പോൾ? ബാക്കി നിൽക്കുന്നത് 3യിൽ നിന്ന് 0 കുറച്ചാൽ 3 മാത്രമാണ് നിൽക്കുന്നത്. 9x ഈക്വൽ ടു 3 എങ്കിൽ x എത്രയായിരിക്കും? 3/9. 3/9 ഈക്വൽ ടു എത്രയാണ്? രണ്ടിലും 3 കൊണ്ട് ക്യാൻസൽ ആവാം. 1/3. മനസ്സിലായല്ലോ? എക്സാമ്പിൾ മനസ്സിലായില്ലേ? x ഈക്വൽ ടു 0.333. അതിലാണ് നമ്മൾ 1/3 എന്ന P/Q സിംപ്ലസ്റ്റ് ഫോം ആണ് 1/3 എന്നുള്ളത്. മനസ്സിലായില്ലേ? സിമ്പിൾ അല്ലേ? നെക്സ്റ്റ് നമ്പർ 0.001 ബാർ എന്നാണ് തന്നിരിക്കുന്നത്. ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്? ഫസ്റ്റ് സ്റ്റെപ്പ് ഈ തന്ന നമ്പറിനെ എക്സ് എന്ന ഡിനോട്ട് ചെയ്യുക. എക്സ് ഈക്വൽ ടു ലെറ്റ് എക്സ് ഈക്വൽ ടു 0.001. ഈ ബാർ ചിഹ്നം എത്ര ഡിജിറ്റ് റിപ്പീറ്റ് ചെയ്യുന്നുണ്ടെന്നാണ്? 3 ഡിജിറ്റ് റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. അതായത് ഇസ് ഈക്വൽ ടു 0.001 എക്സെട്ര എന്നാണ്. ഇതിനെ ഞാൻ ഇക്വേഷൻ 1 ആയിട്ട് കൺസിഡർ ചെയ്യാം. ഇനി എന്ത് ചെയ്യേണ്ടത്? കഴിഞ്ഞ പ്രോബ്ലം ആലോചിച്ച് നോക്കൂ. എന്ത് ചെയ്യണം? 3 ഡിജിറ്റ് ആണ് റിപ്പീറ്റ് ചെയ്യുന്നതെങ്കിൽ 3 10s കൊണ്ട് 310 അതായത് 1000 കൊണ്ട് എക്സിനെ 1000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ 1000x ആയി. ഇവിടെ 1000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 3 zeros ആണ്. 3 പ്ലേസ് നീങ്ങും അല്ലേ? അതായത് എന്ത് വരും? 0.001 എക്സെട്ര. ഈ 0 എഴുതേണ്ട ആവശ്യമുണ്ടോ? ഏറ്റവും ഡെസിമൽ പ്ലേസിന് മുന്നേ ഏറ്റവും എൻഡിലുള്ള സീറോസ് എഴുതണം എന്നില്ല. അതായത് ഇത് എഴുതണം എന്നില്ല. അങ്ങനെയാണെങ്കിൽ ഇതിന് ഇക്വേഷൻ 2 എന്ന് കൊടുക്കാം. ഇനി എന്താ നമ്മൾ ചെയ്യാറ്? ഇക്വേഷൻ 2 നിന്ന് ഇക്വേഷൻ 1 സബ്ട്രാക്ട് ചെയ്യുന്നു. gives 1000x നിന്ന് x സബ്ട്രാക്ട് ചെയ്താൽ 999x ഈക്വൽ ടു 1.001 എക്സെട്ര. ഇതിൽ ഇത് മനസ്സിലാതോ? ഈ ഡെസിമൽ പ്ലേസ് കഴിഞ്ഞിട്ടുള്ളത് രണ്ടിലും സെയിം ആണ്. അതുകൊണ്ട് അത് 000 ആയിട്ട് പോകും. ബാക്കി 1ഉം 0 ആണ്. 1ൽ നിന്ന് 0 മൈനസ് ചെയ്താൽ 1 വരും. മനസ്സിലായില്ലേ? x ഈക്വൽ ടു 1/999. കോമൺ ഫാക്ടർ ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മുടെ തന്ന നമ്പർ ഏതായിരുന്നു? തന്ന നമ്പർ 0.001 ബാർ ഈക്വൽ ടു 1/999.
ക്ലിയർ ആയില്ലേ? എത്ര ഡിജിറ്റ്സ് ആണോ റിപ്പീറ്റ് ചെയ്യുന്നത് അത്ര ഡിജിറ്റ്സ് നമ്മള് അത്ര സീറോസ് ടെൻസുകൾ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യണം ബോത്ത് സൈഡ്സ് ഓഫ് ദി ഇക്വേഷൻ. മനസ്സിലായില്ലേ മക്കളെ? നമ്മളൊരു അടുത്ത ക്വസ്റ്റ്യൻ പറഞ്ഞത് 0.16 ആണ് ബാർ ഇട്ടിക്കുന്നത്. 6ന്റെ മുകളിൽ മാത്രമേ ബാർ ഇട്ടിട്ടുള്ളൂ. അതിന്റെ അർത്ഥം എന്താണ്? 6 എന്ന ഡിജിറ്റ് മാത്രമേ റിപ്പീറ്റ് ചെയ്യുന്നുള്ളൂ. നമ്മൾ മനസ്സിലാക്കണം, ക്വസ്റ്റ്യൻ നന്നായി വായിക്കണം. ക്ലിയർ? അങ്ങനെയാണെങ്കിൽ നമ്മൾ എക്സ് എന്ന് പറയുന്ന നമ്പർ ഏതായിട്ട് എടുക്കണം? 0.16. ഏതാണ്? 1 പിന്നെ എഴുതണ്ട, 6 6 എക്സെട്ര എക്സ്പാൻഡ് ചെയ്ത് കേട്ടോ. ഇതിനെ ഇക്വേഷൻ 1 ആയിട്ട് കൺസിഡർ ചെയ്യാം. ഇനി ഇതിനെ എന്ത് ചെയ്യുന്നു? നമ്മൾ മൾട്ടിപ്ലൈ എത്ര മൾട്ടിപ്ലൈ ചെയ്യുന്നു? എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു? ഇക്വേഷൻ 1നെ നമ്മൾ ഏത് കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നത്? പിന്നെ നിങ്ങൾ വിചാരിക്കും പെട്ടെന്ന് 6 ഒരു ഡിജിറ്റ് അല്ലേ റിപ്പീറ്റ് ചെയ്യുന്നത്, അതുകൊണ്ട് ടീച്ചർ പറഞ്ഞത് 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാനല്ലേ എന്ന് വിചാരിക്കും. പക്ഷെ മക്കളെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം, നമ്മുടെ ഡെസിമൽ പോയിന്റിനും റിപ്പീറ്റ് ചെയ്യുന്ന ഡിജിറ്റിനും ഇടയിൽ നമുക്ക് തടസ്സമായി ഒരു 1 എന്ന നമ്പർ നിൽക്കുകയാണ് അല്ലെ? ഡെസിമൽ പോയിന്റ് കഴിഞ്ഞ റിപ്പീറ്റിംഗ് നമ്പേഴ്സ് ഡിജിറ്റ്സ് മാത്രമേ വരാൻ പാടുള്ളൂ. അപ്പൊ ആരെ ആദ്യം ഒഴിവാക്കണം? ഈ 1നെ ഒഴിവാക്കണം. 1നെ ഈ ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുവരെങ്കിൽ 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം അല്ലേ? അതായത് മൾട്ടിപ്ലൈ 1 with 10 then 10x equal to ഇവ എന്തായി? 1.6666. ഇതാണ് നമ്മുടെ സെക്കൻഡ് ഇക്വേഷൻ ആയിട്ട് ഈ പ്രോബ്ലത്തിൽ കൺസിഡർ ചെയ്യുന്നത്. ഇനി കളി ആരോടാണ്? 1നോട് പാടില്ല. ഡെസിമൽ പ്ലേസ് കഴിഞ്ഞ റിപ്പീറ്റിംഗ് ഡിജിറ്റ്സ് മാത്രമേ ഉള്ളൂ എങ്കിലേ നമ്മൾ ഇത് വെച്ച് തുടരാൻ പാടുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് 2 ഡിജിറ്റാണ് റിപ്പീറ്റ് ചെയ്യുന്നതെങ്കിൽ തടസ്സമായി നിൽക്കുന്നതെങ്കിൽ ആദ്യം നമ്മൾ ഇവിടെ 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത പോലെ 100, ഇവിടെ 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത പോലെ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് ഈ തടസ്സത്തെ ഒഴിവാക്കണം. ക്ലിയർ? അങ്ങനെയാണെങ്കിൽ ഇത് 2 ആണ്. ഇക്വേഷൻ 2 നിന്ന് ഇക്വേഷൻ 2 വെച്ച് സ്റ്റാർട്ട് ചെയ്യും. ഇക്വേഷൻ 2നെ എന്ത് ചെയ്യേണ്ട വരും? ഈ റിപ്പീറ്റിംഗ് ഡിജിറ്റ്സ് അല്ലെ, ഒരെണ്ണേ ഉള്ളൂ, അത് ലെഫ്റ്റിലേക്ക് കടക്കണം. അങ്ങനെയല്ലേ നമ്മൾ പറഞ്ഞേ 0.333 എന്നുള്ളത് 3 ലെഫ്റ്റിലേക്ക് കടന്നു. അതുപോലെ ആ റിപ്പീറ്റ് ഡിജിറ്റ് ലെഫ്റ്റിലേക്ക് വരണമെങ്കിൽ വീണ്ടും 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം അല്ലേ? അപ്പോഴാണ് 10 into 10 100x equal to 1 6 ഇങ്ങോട്ട് കടന്ന 16.666 etc. ഇതിനെ ഇക്വേഷൻ 3 എന്ന് എഴുതുക. ത്രീയും ഒരു കളിക്കാരനാണ്. പിന്നെ ഏത് കളിക്കാരനാണ് ഇവിടെ കൂട്ടേണ്ടത്? 1നെയാണോ 2വിനെയാണോ കൂടെ കൂട്ടേണ്ടത്? നമുക്ക് പോയിന്റ് കഴിഞ്ഞിട്ട് റിപ്പീറ്റിംഗ് ഡെസിമൽ ഡിജിറ്റ്സ് മാത്രമേ ഉള്ളൂങ്കിൽ അവരെയാണ് കളിക്ക് കൂട്ടേണ്ടത്. ആരാണത്? ഇതാണ് അല്ലെ, ഇക്വേഷൻ 2വിനെയാണ്. അതായത് 3യിൽ നിന്ന് ഇക്വേഷൻ 2 മൈനസ് ചെയ്യണം. 3യിൽ നിന്ന് ഇക്വേഷൻ 2 മൈനസ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? 100xൽ നിന്ന് 10x മൈനസ് ചെയ്യണം ഈക്വൽ ടു 16.666 എക്സെട്ര. ഇതിൽ നിന്ന് മൈനസ് ചെയ്യേണ്ടത് 1.6666. മനസ്സിലായില്ലേ? എന്താണ് ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത്? ദിസ് ഇംപ്ലൈസ് 100xൽ നിന്ന് 10x മൈനസ് ചെയ്താൽ 90x ഈക്വൽ ടു ഡെസിമൽ പ്ലേസ് കഴിഞ്ഞിട്ടുള്ളത് രണ്ടിലും സെയിം ആയതുകൊണ്ട് 0 ആയി മാറും. പിന്നെ 16ൽ നിന്ന് 1 ആണ് മൈനസ് ചെയ്യേണ്ടത്, 15. എക്സ് എന്തായി വന്നു? 15 ഡിവൈഡഡ് ബൈ 19 അല്ലേ? കോമൺ ഫാക്ടർ ഉണ്ടല്ലോ അല്ലേ? നിങ്ങൾക്ക് ഒറ്റയടിക്ക് പറയാൻ സാധിക്കുന്നതാണ്. 15 ഇതിലും പോകും ഇതിലും പോകും. ഡിവിസിബിലിറ്റി റൂളൊക്കെ നമ്മൾ പഠിച്ചതാണ് അല്ലേ? 15 ഇത് മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ അറിയാത്തവരെ നമ്മൾ ഡിവിസിബിലിറ്റി റൂൾ ഉപയോഗിച്ച് 5 കൊണ്ട് ആദ്യം ക്യാൻസൽ ആക്കുക, അല്ലെങ്കിൽ 3 കൊണ്ട് ആദ്യം ക്യാൻസൽ ആക്കുക. ഇപ്പോ ഞാൻ ഒറ്റയടിക്ക് 15ൽ 1 ടൈം, ഇതിൽ 6 ടൈംസ്, അതായത് 1/6. അതായത് നമ്മുടെ ചോദ്യം എന്തായിരുന്നു? 0.16 ബാർ ഈക്വൽ ടു 1/6 എന്നിട്ടു. ക്ലിയർ ആയല്ലോ? ഇതുപോലെ നിങ്ങളുടെ എക്സസൈസിൽ മറ്റ് പ്രോബ്ലംസ് ഉണ്ട്. ഞാൻ എക്സസൈസിലുള്ള പ്രോബ്ലം ആണ് ഇപ്പോ മുമ്പ് ഒരെണ്ണം പറഞ്ഞത്. ക്ലിയർ? അപ്പൊ നിങ്ങൾക്ക് എന്തൊക്കെയാണ് നമ്മൾ ഇന്ന് പഠിച്ചത്? ഇറേഷണൽ നമ്പേഴ്സിനെ എന്തില്? നമ്പർ ലൈനിൽ ലൊക്കേറ്റ് ചെയ്യാനും. പിന്നെ എന്താ പഠിച്ചത്? P/Q ഫോമിലുള്ള റേഷണൽ നമ്പേഴ്സിനെ അതിന്റെ ഡെസിമൽ എക്സ്പാൻഷൻ കണ്ടുപിടിച്ചു അല്ലേ?
ഡെസിമൽ റെപ്രസെന്റേഷൻ നമ്മൾ പഠിച്ചു. അതായത് P/Q ഫോമിലുള്ള റേഷണൽ നമ്പേഴ്സിന്റെ ഡെസിമൽ റെപ്രസെന്റേഷൻ നമ്മൾ പഠിച്ചു. ഡെസിമൽ നമ്പറിന്റെ പ്രത്യേകതയും നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞതാണ്. റേഷണൽ നമ്പർ ഡെസിമൽ നമ്പറിൽ തന്നാൽ അത് തിരിച്ച് P/Q ഫോമിലേക്ക് കൊണ്ടുവരാനാണ് നമ്മൾ ഇവിടെ ചെയ്തത്. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും എന്ന് വിചാരിക്കുന്നു. സൗണ്ട് പ്രോബ്ലം നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടായോ എന്ന് എനിക്കറിയില്ല. പാർട്ട് 3 കാണും വരെ ബൈ.